കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ, വിശുദ്ധ ആരാധനയിൽ ഈ ദൈവസഭയോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകമായി ഇവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തൃദാസന്മാരായ പ്രിയ വിജോയി, അതുപോലെ തന്നെ പ്രിയ ജോർജ് ഏട്ടൻ, കുടുംബം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന രണ്ട് കർത്തൃദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മൂസ സഹോദരൻ, പ്രിയ പ്രദീപ് സഹോദരൻ, പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സമയത്തിൻ്റെ പരിധി ഞാൻ മനസ്സിലാക്കുന്നു. ദൈവാത്മാവ് എനിക്ക് നൽകപ്പെട്ട ഒരു സന്ദേശം പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകലിൽ വചനം അതിൻ്റെ ശക്തിയോടെ നമ്മുടെ ഇടയിൽ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. ആ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രവർത്തനത്തെ ദൈവം മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഉത്സാഹമുള്ളവരായിരിക്കണം, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാകണം. സ്തോത്രം. നമ്മളെ ഈ ഉത്സാഹത്തിന് മടുപ്പിക്കുന്ന പല സാഹചര്യവും കടന്നു വരും. പ്രത്യേകമായി നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ പ്രാതിനിധ്യം ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഇവിടെയുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞാണ് നാം മുൻപോട്ട് പോകേണ്ടത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. നാം എന്ത് ചെയ്താലും, എന്ത് കൊടുത്താലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് സംസാരിച്ചാലും, ദൈവമേ അങ്ങയുടെ നാമം മഹത്വമെടുക്കണമേ എന്ന പ്രാർത്ഥന നമ്മിലുണ്ടാകട്ടെ. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മാത്രം ദൈവസന്നിധിയിൽ നിന്ന് വായിച്ചാട്ടെ. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. മതി. സ്തോത്രം. ഈ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ വളരെ നിരാശയോടുകൂടെ, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടവരായി, ഒരു തൊഴിൽ ചെയ്തിട്ട് അതിന് തക്കതായ കൂലി ലഭിക്കാത്തവരായ ചില മുക്കുവന്മാരെയാണ്, മീൻപിടുത്തക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഈ അധ്യായത്തിൻ്റെ, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അവൻ ഗന്നേസരത്ത് ദേശത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നവൻ കണ്ട് ആയിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന്. മതി. സ്തോത്രം. ഈ ശീമോന്റെ പടകിൽ യേശു കയറി. സ്തോത്രം. ഈ ശീമോന്റെ പടകിൽ യേശു കയറി. യേശു പറഞ്ഞു, നീ അല്പം നീക്കാൻ പറഞ്ഞു. ഇപ്പം ശീമോനെ സംബന്ധിച്ചോളം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മുടക്കില്ലാത്തൊരു കാര്യമല്ലേ. പടകിലിരുന്നോട്ടെ. കാര്യം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വല കഴുകിക്കൊണ്ടിരിക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ചു. മീൻ പിടിക്കാൻ അറിയാത്തവരല്ല, മീൻ പിടിക്കാൻ അറിയുന്ന, കടലിനെക്കുറിച്ച് അറിയുന്ന, മീനിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയുന്ന നല്ല അഗ്രഗണ്യന്മാരായ ആളുകളാണ് അവർ. എന്നാൽ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. ആ നിരാശയോടുകൂടെ അവർ ആ വലയൊക്കെ കഴുകി പടകൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് യേശു അവിടെ വരുന്നത്. സ്തോത്രം. അവിടെ യേശുവോടെ വന്നു. ശീമോൻ്റെ പടകിൽ കയറി ആ പുരുഷാരത്തോട് സംസാരിച്ചു. സ്തോത്രം. ഒന്ന്, ഈ പടക് വിട്ടു നൽകാൻ ശീമോൻ തയ്യാറായി. സ്തോത്രം.
പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കർത്താവെ, ഞാൻ വിട്ടുതരിക. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുവാൻ കഴിയുമെങ്കിൽ അത് മടികൂടാതെ നീ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ വരാം. ഇവിടെ വായിച്ച വാക്യം എങ്ങനെയാണ്? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഇതാരാ പറയുന്നേ? പത്രോസാ പറയുന്നേ. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാ. എന്നാൽ നമ്മുടെ റിസൾട്ട് എന്താ നമുക്ക് പറയാനുള്ളത്? ഇന്ന് പകൽ നമ്മോട് ചോദിക്കുക, നമുക്കൊക്കെ ലക്ഷ്യമുള്ളവരാ, അധ്വാനിക്കുന്നവരാ. ഇവിടെ കൂടപ്പെട്ട ഓരോരുത്തരോടും ചോദിച്ചാൽ പറയാൻ കഴിയും, ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ എന്തുണ്ട്? സ്തോത്രം. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ വലയിറക്കുന്ന, അടുത്ത വലയിറക്കുന്നത് കർത്താവിൻ്റെ വാക്കിനെ ഓർത്ത. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ, നിന്റെ വാക്ക് അതനുസരിക്കാനുള്ളതാ. സ്തോത്രം. അതനുസരിച്ചപ്പോഴാണ് ദൈവപ്രവൃത്തി ഉണ്ടായത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ശത്രു നമ്മെ തടയുന്നത് ഈ അനുസരിക്കുക എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തുമ്പം പ്രശ്നമാണ്. സ്തോത്രം. പ്രശ്നമാണ്. അത് ഞാൻ അടുത്ത ഭാഗത്ത് പറയാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 1, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യേശുവിൻ്റെ അമ്മ പറയുന്ന ഒരു ഭാഗമാണ് അവിടെ നാം വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് സ്തോത്രം, യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞു വിടാം. നമ്മുടെ യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് താൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു അത്ഭുതമാണ് കാനാവിലെ വീട്. സ്തോത്രം. ഇതറിയാത്തവരാരും ഇവിടെ ഉണ്ടാകത്തില്ല. സ്തോത്രം. കാനാവിലെ വീട്ടിൽ, കല്യാണ വീടാ കാനാവിലെ വീട്. ആ വീട്ടിൽ ഒരു വലിയ ശൂന്യതയുണ്ടായി. സ്തോത്രം. അതിനെ പരിഹരിക്കുവാൻ കഴിയാത്ത, വളരെ മാനക്കേടുണ്ടാകുന്ന, അപമാനമുണ്ടാകേണ്ട ഒരു വലിയ സാഹചര്യം ആ ഭവനത്തിലുണ്ടായി. സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം തികഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ നാണക്കേടല്ലേ? സ്തോത്രം. ആളുകൾ ചോദിക്കും, എന്ത് കണ്ടിട്ട് അവരെ വിളിച്ചേ? ഇത്രയും പേരെ വിളിക്കുമ്പോൾ അറിയത്തില്ലേ ഇത്ര ഭക്ഷണം ഉണ്ടാക്കണമെന്ന് അറിയത്തില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. സ്തോത്രം. ഇതുപോലൊരു സന്ദർഭമാണ് ആ വീട്ടിലുണ്ടായത്. ആ കല്യാണ ഭവനത്തിൽ, അതേ സ്തോത്രം, ഒരു വലിയ ശൂന്യതയുണ്ടായി. യേശു അവിടെ ഉണ്ടായിരുന്നു. ഈ യേശുവിൻ്റെ അമ്മ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, യേശു എന്തേലും പറഞ്ഞാൽ അത് ചെയ്യാൻ പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ കാനാവിലൊരു അത്ഭുതമുണ്ടായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വലിയൊരു അത്ഭുതമുണ്ടായി. ഒരു വലിയ മാനക്കേടിൽ നിന്ന്, ഒരു വലിയ നിന്ദയിൽ നിന്ന് ആ ഭവനം അത് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുക. സ്തോത്രം. 2-മതൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അതിൻ്റെ 38-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. ലാസറിന്റെ 11-ാം അധ്യായം ആണോ? 11-ാം അധ്യായം എടുത്താട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ.
ആ വച്ചിരുന്നു. ആ കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. സ്തോത്രം. എന്താ പറഞ്ഞത്? കല്ല് നീക്കുവിനെന്ന് പറഞ്ഞു. എന്താ ഈ കല്ലിനകത്തുള്ളത്? ലാസറിൻ്റെ ഭൗതിക ശരീരം ഈ കല്ലിനകത്തുണ്ട്, ഈ ഗുഹയ്ക്കകത്തുണ്ട്. ഇതിനൊരു കുഴപ്പം അവർ പറഞ്ഞു. ഈ കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ ലാസറിന്റെ സഹോദരി പറഞ്ഞു, യേശുവേ, മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. പ്രിയമുള്ളവരെ, 4 ദിവസമെന്ന് പറയുന്നത് നാറ്റം വെക്കുന്നൊരു ദിവസമാണ്. സ്തോത്രം അല്ലേ? മനുഷ്യൻ മരിച്ചാൽ നമുക്കറിയാം, ഈ ശരീരം, ഈ ജഡം അഴുകും. ആദ്യം അഴുകുന്ന മൂക്കിൻ്റെ ഭാഗമാണ്. അവിടെ തൊട്ടങ്ങോട്ട് അഴുകാൻ തുടങ്ങും. 4 ദിവസമാകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അസ്ഥിയോട് ചേർന്നിരിക്കുന്ന സകല മാംസകഷ്ണങ്ങളും അഴുകാൻ തുടങ്ങും. 4-ാം ദിവസത്തിന് അതേ മെഡിക്കൽ ശാസ്ത്രം പറയുന്ന പ്രത്യേകത, അതേ സഹിക്കാൻ കഴിയാത്ത സ്മെല്ലായിരിക്കും. സ്തോത്രം. അപ്പോൾ അവർ പറഞ്ഞു, യേശുവെ, മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. പ്രിയമുള്ളവരെ, എങ്കിൽ യേശു പറഞ്ഞു, ഈ കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ അവർ ആ കല്ല് നീക്കാൻ തയ്യാറായി. സ്തോത്രം. കല്ല് നീക്കിയത് കൊണ്ട്, ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കല്ല് നീക്കിയത് കൊണ്ട് ആര് പുറത്തു വന്നു? ലാസർ പുറത്തു വന്നു. പ്രിയമുള്ളവരെ, അതേ സ്തോത്രം. ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞാനിവിടെ കൂടപ്പെട്ട ദൈവജനത്തോട് പറയാം, പ്രിയമുള്ളവരെ, കർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതേ അവിടുത്തെ പ്രായോഗിക തലം നീ ചിന്തിക്കരുത്. അതേ നിന്റെ സാഹചര്യം നീ വിലയിരുത്തരുത്. നിന്റെ അവസ്ഥ നീ പരിഗണിക്കരുത്. യേശു നിന്നോട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ഒന്ന് കല്യാണ ഭവനമായിരുന്നെങ്കിൽ, 2 ലാസറിൻ്റെ ഭൗതിക ശരീരം വെച്ച സ്ഥലത്താ ദൈവപ്രവൃത്തി ഉണ്ടായത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ 2 ചരിത്രം നമുക്കെല്ലാം അറിയാതുകൊണ്ട് ഞാൻ ഈ വാക്യം മാത്രം പറഞ്ഞു പോകുന്നത്. സ്തോത്രം. ഈ 2 വിഷയത്തെക്കാൾ വലിയ വിഷയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചിന്തിച്ചേ. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ആ വിശ്വാസത്തെ അവര് പരിഗണിച്ചത്. കല്യാണ ഭവനത്തിൽ യേശു പറഞ്ഞു, ഇവിടെയുള്ള പാത്രങ്ങളിൽ മുഴുവൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. പച്ച വെള്ളമാണ് നിറയ്ക്കുന്നതെന്ന് ആർക്കറിയാം? ഈ നിറയ്ക്കുന്നവർക്കറിയാം. ഞങ്ങൾ നിറയ്ക്കുന്നത് എന്താ? പച്ചവെള്ളമാ. സ്തോത്രം. ഈ പച്ചവെള്ളം എങ്ങനെയാ വീഞ്ഞാകുന്നത്? ഈ പച്ചവെള്ളത്തിന് എങ്ങനെയാ മാറ്റം സംഭവിക്കുന്നത്? ഇത് മാനുഷിക ചിന്തയല്ലേ? സ്തോത്രം. മരിച്ച ലാസറിന്റെ ശവകുടീരത്തിലൂടെ വന്നപ്പോൾ നമുക്കെല്ലാം അറിയത്തില്ലേ, മരിച്ചു. അത് 4 ദിവസമായി നാറ്റം വെച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ അടുക്ക് വരുമ്പം നമ്മുടെ ശാസ്ത്രവും നമ്മുടെ അറിവും നമ്മുടെ ഡിഗ്രി ഒന്നുമല്ല കർത്താവിൻ്റെ വിഷയം. അതേ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മനുഷ്യർ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. സ്തോത്രം. നമ്മളെ കൊണ്ട് പല കാര്യം അസാധ്യമാണ്. സ്തോത്രം. എന്നാൽ നാം സേവിക്കുന്ന കർത്താവിന് സകലതും സാധ്യമാണ്. സ്തോത്രം. മൂന്നാമതൊരു വ്യക്തിയെ ഞാൻ കാണിക്കാം. ഇപ്പൊ 2 സംഭവ ചരിത്രത്തിൽ നാം വായിച്ചതിനകത്ത് അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് അവർ ദൈവിക പ്രവൃത്തി കാണുവാനിടയായി. മൂന്നാമതൊരു സംഭവം മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു സംഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവൻ യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. പ്രിയമുള്ളവരെ, എന്താ ചോദിച്ചത്?
നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ഈ ചോദ്യം ഈ ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചതല്ല, ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണമെന്ന് ഓർത്ത് ചോദിച്ചതല്ല. ഇതെന്താ? ഞാൻ മരിച്ചു കഴിയുമ്പം എനിക്ക് നിത്യത കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചു. അവിടെ യേശു ഒരു മറുപടി പറഞ്ഞു. എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വഞ്ചിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നവനാണ്. സ്തോത്രം. ഗുരു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ബാല്യം തൊട്ട് ഭക്തിയോടെ അനുസരിക്കുന്ന കാര്യങ്ങളാ. സ്തോത്രം. അപ്പൊ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. സ്തോത്രം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കാര്യം എന്താ? യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാല്യം തൊട്ട് അനുസരിക്കുന്നവനാ. സ്തോത്രം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ, അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയപ്പോൾ യേശു അവനെ കണ്ടു. യേശു അവനോട് ചില കാര്യം പറഞ്ഞപ്പം അതവൻ അനുസരിക്കുന്നത് കൊണ്ട് യേശു അവനെ സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ യേശു അവനെ ഒന്ന് നോക്കി. സ്തോത്രം. കാണുന്നത് നോക്കുന്നതും രണ്ട് രണ്ടാ അല്ലേ? നമ്മൾ ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കുന്നുണ്ടല്ലേ? വല്ലതും നമ്മുടെ മനസ്സിലുണ്ടോ? നല്ലൊരു മാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടു, വലിയൊരു വീട് കണ്ടു, ഇതൊക്കെ നമ്മൾ കണ്ട് പോകുന്നവരാ. സ്തോത്രം. എന്നാൽ നോക്കുന്നതിന് ചില പ്രത്യേകതയുണ്ട്. സ്തോത്രം. നോക്കുമ്പം അപ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ചില കുറവുകൾ കാണുന്നത്, അപ്പോഴായിരിക്കും അതിൻ്റെ കുറച്ചുകൂടെ ഭംഗി കാണുന്നത്, നോക്കുമ്പോഴായിരിക്കും. സ്തോത്രം. ഇവിടെ യേശുവിനെ നോക്കി, ഒരു കുറവ് നിനക്കുണ്ട്. എന്താ നിന്റെ കുറവ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അടുത്തത്, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി അവിടെ നിന്ന് പോയി. സ്തോത്രം. ശ്രദ്ധിച്ചേ, യേശുവിനോട് എന്താ പറഞ്ഞത്? നീ വലിയൊരു ധനവാനാ. സ്തോത്രം. നീ നിനക്കുള്ളതൊക്കെ വിൽക്കണം. ഇതാരാ പറഞ്ഞേ? യേശുവാ പറഞ്ഞേ. വിറ്റ് നീ എന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കണം. എന്നിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ യേശുവിനെ അനുസരിച്ചില്ല. അതിൻ്റെ കാരണം അവനൊരു വലിയ ധനവാനായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് യേശു പറഞ്ഞപ്പോൾ അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുകയായിരുന്നു, ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കൊടുത്തിട്ട് മുടിഞ്ഞുപോയ ഒരാളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്തിട്ട് നഷ്ടമായെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? അവൻ അനവധി നന്മകളാൽ നമ്മെ നടത്തുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തയോടെ നമ്മെ പുലർത്തുന്ന ദൈവമാ. സ്തോത്രം. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം വിറ്റേനെ. കാര്യം എന്താ? ഇത് ദൈവം, നമ്മൾ വചനത്തിൽ പറയുന്ന കർത്താവ് ആർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, മനസ്സിലെഴുതി വെച്ചോ, ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടൊരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതേ സ്തോത്രം, ഞാൻ പ്രവചനാത്മാവിലൊരു ദൂത് പറയാം. ചില മാസങ്ങൾക്കുള്ളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. ഞാൻ ധൈര്യത്തോടെ പറയും,
ഞാൻ ചെയ്തിട്ട് പറയുന്നവനാ. ചെയ്യാൻ ഈ പ്രാക്ടിക്കലി ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ചെയ്യുന്നതേ ഞാൻ ചെയ്യാൻ പറയാറുള്ളൂ. സ്തോത്രം. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. ദൈവത്തെ അനുസരിക്കാൻ, യേശുവിനെ അനുസരിക്കാൻ കഴിയാതെ അവൻ മടങ്ങിപ്പോയൊരു ചരിത്രമാണ് നാം വായിച്ചത്. സ്തോത്രം. അടുത്തത് നാം വായിച്ച വാക്യത്തിലേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നാം ദൈവസന്നിധി വായിച്ചത്. അതിൻ്റെ അടുത്ത വാക്യം 6-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കർത്താവിനെ അനുസരിച്ചതുകൊണ്ട് ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ 3 അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവസ്നേഹിക്കാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, നീ ഇവിടെ വലയെറിയാൻ പറഞ്ഞു, അവിടെ വലയെറിഞ്ഞു. 3 അനുഗ്രഹം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. അത് മാത്രം പറഞ്ഞ് ദൈവസ്നേഹിയിൽ ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുവാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, അവരങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വലിയൊരു മീൻകൂട്ടം അവർക്ക് കിട്ടി. ഈ മീൻകൂട്ടം അവർക്ക് മാത്രമല്ല ഉപകാരപ്പെട്ടത്, അടുത്ത പടകുകാർക്കും. അവരെയും വിളിച്ചു. എന്താ ഇത്? എടുക്കാൻ കഴിയാതെ വണ്ണം മീൻ പെരുപ്പം ഹേതുവായി വല കീറാൻ തുടങ്ങി. സ്തോത്രം. പ്രിയമുള്ളവരെ, അമർത്തി കുലുക്കി കവിയുന്നൊരളവ് തരാമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. 1-ാമത്തെ അനുഗ്രഹം, അവരുടെ ബുദ്ധിമുട്ട് മാറി, അവരുടെ നിരാശ മാറി. എന്നാലോചിക്കേ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. കർത്താവിൻ്റെ വാക്കിന് വല എറിഞ്ഞപ്പോൾ ആ വല നിറച്ചു മീൻ അവർക്ക് ലഭിച്ചു. അപ്പോൾ ഒരനുഗ്രഹം, അവരുടെ ഭൗതികമായ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. 2-ാമത്തേത് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കണ്ടോ, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന്. ശ്രദ്ധിച്ചേ, 2-ാമത്തെ അനുഗ്രഹം, അവനിലൊരു പാപബോധമുണ്ടായി. സ്തോത്രം. ഞാൻ ആരാണ്? ഞാനൊരു പാപിയാണെന്നുള്ള ബോധം അവനിലുണ്ടായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ചിന്തിക്കരുത്, അതെ നിങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് നിങ്ങളെ കോടീശ്വരന്മാരാക്കുമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ അതിലുപരിയായി പണക്കാർക്കുണ്ടാകുന്നതിലധികമായ, അതേ സമ്പന്നന്മാർക്കുണ്ടാകുന്നതിൽ അധികമായ സന്തോഷമാ ദൈവം അവന്റെ ഹൃദയത്തിൽ കൊടുത്തത്. ഓ സ്തോത്രം. അവനിൽ പാപബോധമുണ്ടായി. ശ്രദ്ധിച്ചേ, ഇത് ഉള്ളിലുണ്ടായ സന്തോഷമാണ്. ഭൗതികത കിട്ടിയപ്പോൾ പുറത്തുണ്ടായ സന്തോഷമായിരുന്നു അല്ലേ? നന്മ കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പുറത്തെ സന്തോഷമാണ്. അതൊന്നും അകത്ത് കയറത്തില്ല. അകത്ത് കയറണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ടച്ച് ചെയ്യണം. സ്തോത്രം. 2-ാമത്തെ അനുഗ്രഹം, അവനിൽ പാപബോധമുണ്ടായി. 3-ാമതൊരു അനുഗ്രഹം ഉണ്ടായി. 10-ാമത്തെ വാക്യം. ശിമയോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദി മക്കൾക്കും അപ്രകാരം തന്നെ യേശു ശിമയോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഓ, ഒരു വാഗ്ദത്തം അവന് കിട്ടിയില്ലേ? സ്തോത്രം. ദൈവമക്കളെ, ഭൗതികമായി അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവനുള്ള പാപബോധം അവനിലുണ്ടായി. 3, അവനൊരു വാഗ്ദത്തം കിട്ടി. ഇത് 3 കിട്ടുന്നൊരു സ്ഥലം പറഞ്ഞുതരാവോ? സ്തോത്രം. ഇത് 3 കിട്ടുന്ന ദൈവസന്നിധി അല്ലാത്ത ഒരു സ്ഥലവും ലോകത്തിലില്ല. സ്തോത്രം. ഇനി നീ ആരാ? ഇനി നീ വെറും മുക്കുവനല്ല, ഇനി നീ ഒരു സുവിശേഷകനാ. സ്തോത്രം.
ഇനി നിന്റെ പാപം മാറി നീ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇന്ന് പോലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കേവലം ഒരു അനുഗ്രഹം തന്ന് വിടാനല്ല ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. കേവലം നിന്റെ സ്ഥിതി മാറ്റാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര കിട്ടിയാലും ഒരു ബൗണ്ടറി ഉണ്ടല്ലേ. സ്തോത്രം. നീ മില്യൺ കോടീശ്വരനായാലും അംബാനിയേക്കാൾ ഉയർന്നാലും 70 അല്ലെങ്കിൽ 80. സ്തോത്രം. ഒരു മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൂട്ടാൻ ഈ സമ്പത്ത് കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ മെഡിക്കൽ സംവിധാനങ്ങൾ കൊണ്ടോ ഒരു മനുഷ്യന്റെ ആയുസിനെ നീട്ടാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കേവലം ആയുസിലുള്ള നമ്മുടെ ഈ ചെറിയ 4 വിരൽ നീളമുള്ള ആയുസ് കൊണ്ട്, വയലിലെ പൂ പോലെയുള്ള ആയുസ് കൊണ്ട്, വയലിലെ ചെടി പോലുള്ള ആയുസ് കൊണ്ടല്ല, ഒടുങ്ങിപ്പോകാനല്ല, ഒരു വാഗ്ദത്തം തന്ന് നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇവിടെ വായിച്ച കുറിവാക്യം എങ്ങനെയാ? കർത്താവേ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവിൻ്റെ വാക്കാണ് നാം കേൾക്കേണ്ടത്. കർത്താവിൻ്റെ വാക്കാണ് നാം അനുസരിക്കേണ്ടത്. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഇതൊരു സംഭവ ചരിത്രമാണ്. ഈ ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്ക് നാം അനുസരിക്കണം. സ്തോത്രം. അതിനായി കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്തൃദാസന്മാരോടും ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.